ഇന്ന് ഓശാന ഞായറാഴ്ച, കഷ്ടാനുഭവ ആഴ്ചയുടെ ആരംഭം. നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിലെ ഏറ്റവും പവിത്രമായ സമയം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള സുവിശേഷ ഭാഗത്തിൽ ഈശോയുടെ ജെറുസലേമിലേക്കുള്ള സന്തോഷകരമായ രാജകീയ പ്രവേശനത്തെ അവതരിപ്പിക്കുന്നു. ജനം ഈന്തപ്പനയുടെ ശാഖകളേന്തി ഈശോയെ എതിരേറ്റുകൊണ്ട് ആർത്തു വിളിച്ചു, ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. വലിയ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടിയാണ് ജനക്കൂട്ടം യേശുവിനെ രാജാവായി അംഗീകരിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ജെറൂസലേമിലേക്കുള്ള ഈശോയുടെ പ്രവേശന രീതി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു. ഈശോ യുദ്ധക്കുതിരയുടെ പുറത്തല്ല, കഴുതപ്പുറത്ത് കയറി വരുന്നു. പുരാതന കാലത്ത് കുതിരപ്പുറത്ത് കയറി വരുന്ന ഒരു രാജാവ് ശക്തിയുടെയും വിജയത്തിൻ്റെയും പ്രതീകമാണെങ്കിൽ, കഴുതപ്പുറത്ത് കയറി വരുന്ന ഈശോ താഴ്മയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ്. തൻ്റെ രാജ്യം ബലപ്രയോഗത്തിലോ അക്രമത്തിലോ ആധിപത്യത്തിലോ അല്ല, പിന്നെയോ സ്നേഹത്തിലും കരുണയിലും ത്യാഗത്തിലും അധിഷ്ഠിതമാണെന്ന് ഈശോ ഇവിടെ വെളിപ്പെടുത്തുന്നു. ഞങ്ങളെ രക്ഷിക്കൂ എന്നർത്ഥമുള്ള ഓശാന എന്ന് ജനം ആർക്കുമ്പോൾ, അവരുടെ പോരാട്ടങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നുമുള്ള മോചനത്തിനായിട്ട് അവർ കൊതിക്കുന്നു. ബാഹ്യ സാഹചര്യങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റം അവർ അഗാധമായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ മനുഷ്യരാശിയുടെ ഏറ്റവും ആഴമേറിയ സഹനം രാഷ്ട്രീയ അടിച്ചമർത്തലോ ഭൗതിക ബുദ്ധിമുട്ടുകളോ ഒന്നും അല്ലെന്ന് ഈശോയ്ക്കറിയാം. അത് പാപവും ഭയവും ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുമാണ്. അതുകൊണ്ട് തൻ്റെ മുന്നിലുള്ള പാത കുരിശിലേക്ക് നയിക്കുന്നതാണെന്നറിഞ്ഞിട്ടും അവൻ ജെറൂസലേമിലേക്ക് പ്രവേശിക്കുന്നത്. ഓശാന ഞായറാഴ്ച ദുഃഖവും സന്തോഷവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഓശാന പാടി യേശുവിനെ സ്തുതിക്കുന്ന അതേ ജനക്കൂട്ടം ഉടൻ തന്നെ അവനെ നിരസിക്കും. ഓശാനയുടെ സ്തുതിഗീതം ഏതാനും സമയത്തിനുള്ളിൽ അവനെ ക്രൂശിക്കുക എന്ന അട്ടഹാസമാകും. കാരണം ഈശോ അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നില്ല. അവർ ശക്തനായ ഒരു ഭരണാധികാരിയാണ് ആഗ്രഹിച്ചത്. എന്നാൽ ഈശോയിൽ അവർ കാണുന്നത് ഒരു സഹനദാസനെയാണ്. പെട്ടെന്നുള്ള വിജയം ജനം ആഗ്രഹിച്ചു. എന്നാൽ ഈശോ ത്യാഗത്തിൻ്റെ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ വിശ്വാസം പരിശോധിക്കാനുള്ള സമയമാണിത്. ജീവിതം നന്നായി പോകുമ്പോൾ മാത്രമാണോ ഞാൻ ഈശോയെ അനുഗമിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനകൾക്ക് നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉത്തരം ലഭിക്കുമ്പോൾ മാത്രമാണോ എനിക്ക് വിശ്വസിക്കാനാകുന്നത്? അതോ ജീവിതയാത്ര ദുഷ്കരമാകുമ്പോഴും വിശ്വസ്തത പുലർത്തുവാൻ നാം തയ്യാറാണോ? സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ കുരുത്തോലകൾ വീശാൻ എളുപ്പമാണ്. എന്നാൽ കഷ്ടപ്പാടിൻ്റെ നിമിഷങ്ങളിൽ കുരിശു ചുമക്കുക എല്ലായ്പ്പോഴും അത്ര എളുപ്പമല്ല. വാക്കുകളാൽ മാത്രമല്ല, പ്രതിബദ്ധതയോടെയും ഈശോയെ സ്വാഗതം ചെയ്യാൻ ഈ ഓശാന പെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിനെ രാജാവായി സ്വീകരിക്കുക എന്നതിനർത്ഥം നമ്മുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുവാൻ അവനെ അനുവദിക്കുക എന്നതാണ്. അതായത് നമ്മുടെ അഹങ്കാരം, സ്വാർത്ഥത, അധികാരമോഹം ഇവയൊക്കെ ഉപേക്ഷിക്കുക എന്നാണ്. ദൈവത്തിൻ്റെ പദ്ധതി പൂർണ്ണമായി മനസ്സിലാകാത്തപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുക എന്നതാണ്. ഇന്ന് നാം വഹിക്കുന്ന കുരുത്തോലകൾ വിജയത്തിൻ്റെ പ്രതീകമാണ്. എന്നാൽ യഥാർത്ഥ വിജയം സ്നേഹത്തിലൂടെയും ത്യാഗത്തിലൂടെയുമാണെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിനയം അഹങ്കാരത്തെക്കാളും
ക്ഷമ വെറുപ്പിനേക്കാളും സ്നേഹം മരണത്തെക്കാളും ശക്തമാണെന്ന് ഈശോ കാണിച്ചു തരുന്നു. ഈ വിശുദ്ധവാരം അല്ലെങ്കിൽ കഷ്ടാനുഭവ ആഴ്ച ആരംഭിക്കുമ്പോൾ ഈശോയോടൊപ്പമായിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഓശാനയുടെ സന്തോഷത്തിൽ നിന്നു പോകരുത്. അന്ത്യത്താഴത്തിൽ നമുക്ക് അവനെ അനുഗമിക്കാം. ഗത്സമനിയിൽ വേദനയിൽ ഈശോയോടൊപ്പം ഇരിക്കാം. അവൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കാം. പുനരുത്ഥാനത്തിൻ്റെ മഹത്വത്തിനായി പ്രത്യാശയോടെ കാത്തിരിക്കാം. നമ്മുടെ വിശ്വാസം ദൃഢവും വിശ്വസ്തവുമാകട്ടെ. അത്തരം കൊണ്ട് മാത്രമല്ല, ജീവിതം കൊണ്ട് ഈശോയെ എതിരേൽക്കാം. കുരിശിൻ്റെ പാത എപ്പോഴും പുതിയ ജീവിതത്തിൻ്റെ സന്തോഷത്തിലേക്ക് നയിക്കുമെന്നറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ രാജാവും രക്ഷകനുമായവനെ വിശ്വാസത്തോടെ പിന്തുടരാം. ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.